students, CMA Inter and Final Students in December 2024 examination notification വന്നിട്ടുണ്ട്. ഡിസംബർ 10th മുതൽ 17th വരെ ആയിരിക്കും ഇന്ററിന്റെയും ഫൈനലിന്റെയും എക്സാം നടക്കുക. എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10th October 2024 ആണ്. 10th October എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇന്റർ ആൻഡ് ഫൈനൽ എങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇന്ററിൽ അല്ലെങ്കിൽ ഫൈനലിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31st July ആണ്. 31st Julyക്ക് മുമ്പ് ഈ ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈനൽ കോഴ്സിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഡിസംബർ 2024 എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാം മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എക്സാമിനേഷൻ ടൈം ടേബിൾ വരുന്നത് ഇതാണ്. ഇന്റർ ആൻഡ് ഫൈനലിന് രണ്ടിനും 10th October മുതൽ 10th December മുതൽ 17th December വരെയാണ് എക്സാം വരുന്നത്. ഓരോ ഗ്രൂപ്പും മാറി മാറിയാണ് എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ദിവസം ബ്രേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു എക്സാമിന്റെ രജിസ്ട്രേഷൻ ഫീസ്, എക്സാം ആപ്ലിക്കേഷൻ ഫീ നമുക്ക് വരുന്നത് ഇന്ററിന്റെ കേസിൽ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ 1500 ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 2800 നമുക്ക് എക്സാം ഫീ വരുന്നത്. ഇനി ഫൈനലിന്റെ കേസിൽ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ 1800 ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 3200 നമ്മുടെ എക്സാം ഫീ വരുന്നത്. ഇനി ഒരു എക്സാം ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് ഫിൽ ചെയ്യേണ്ടത്. www.icmai.in എന്ന് പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. നെറ്റ് ബാങ്കിങ് ഒരു ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ഫീ പേ ചെയ്യാവുന്നതാണ്. ഇനി ഒരു എക്സാം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10th October 2024 ആണ്. ഇത് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുന്നത് 31st July ആയിരിക്കും. എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 10th October 2024 ആണ് വരുന്നത്. ഇനി ഒരു എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ സെന്റർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്യുന്നുണ്ടാകും. ദെൻ എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു എക്സാമിന് നമുക്ക് ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 21st February. ഡിസംബർ എക്സാമിന്റെ റിസൾട്ട് നമുക്ക് വരുന്നത് 21st February 2025 ഇനി ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി നോട്ടിഫിക്കേഷൻ, ബാക്കി ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ടൈമിൽ, അതുപോലെ തന്നെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളായിട്ട് അവർ റിലീസ് ചെയ്യുന്നുണ്ടാകും. ഇനി എക്സാം റിലേറ്റഡ് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ exam.helpdesk@icmi.in എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മെയിൽ അയച്ച് നിങ്ങളുടെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്റർ ആൻഡ് ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ അല്ലെങ്കിൽ എക്സാം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എക്സാം ആപ്ലിക്കേഷൻ എത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് 31st July ഒരു മാസം ഉള്ളൂ, ഒരു മാസം ഇല്ല. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ എക്സാം ആപ്ലിക്കേഷൻ ആണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കേണ്ട. റിസൾട്ട് വരാനുള്ളവർ റിസൾട്ട് വന്നിട്ട് ചെയ്താൽ മതി, നമുക്ക് ടൈം ഉണ്ട്. എങ്കിലും അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഒക്ടോബർ വരെ ടൈം ഉണ്ട്. എന്ത് ചെയ്യുക, മറക്കാതെ എക്സാം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ ഇന്റർ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും December 10th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി കറക്റ്റ് പഠിക്കാനുള്ള ടൈമേ ഉള്ളൂ. റിസൾട്ട് വരുന്നതൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കാതെ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ CMA റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിനും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലും അതുപോലെ ഇൻസ്റ്റാ, വാട്സപ്പ് പേജുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വിഷേഴ്സ്.